കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വീട്ടിലെ തൊഴിലാളികളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. മോഷ്ടാക്കൾ കേരളം വിട്ടിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. അഷ്റഫിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് പ്രതിസന്ധിയെന്ന് പോലീസ് പറയുന്നു. KV ബൈജു ചേരുന്ന വിശദാംശങ്ങളുമായി. ബൈജു, ഈ കവർച്ച നടന്ന് ദിവസങ്ങൾ പിന്നിടുന്നു. പ്രതികൾ ഇവിടെ നിന്നും ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ അനുമാനം. എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം? ടോമെ, ഈ കേസിൽ പോലീസിന് വലിയ തോതിലുള്ള സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖം വ്യക്തമല്ല. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, ഈ പ്രദേശത്തെ നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കവർച്ചയ്ക്ക് എത്തിയ സംഘം എന്ന രീതിയിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വളരെ ആസൂത്രിതമായാണ് ഈ കവർച്ച നടത്തുന്നതെന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ളവരെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്കും ഒപ്പം കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 20ഓളം അംഗ ഒരു സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഓരോ സംഘങ്ങൾ, അതായത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഒപ്പം കർണാടകയിലും ഓരോരോ സംഘങ്ങൾ വീതം അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന് വലിയ തോതിലുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രധാനമായും CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മുതൽ ഈ വീടിന് പരിസരത്തൊക്കെയുള്ള CCTV പരിശോധനയിൽ ഒന്നും തന്നെ അത്തരത്തിലൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വീടുമായി കൃത്യമായി പരിചയമുള്ള ആളാകാം ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ലോക്കറിന്റെ താക്കോൽ ആ ലോക്കർ പൂട്ടി തൊട്ട് മറ്റൊരു മുറിയിലുണ്ടായിരുന്ന ഷെൽഫിലായിരുന്നു വെച്ചത്. ആ ഷെൽഫിൽ നിന്നും താക്കോൽ എടുത്താണ് ഈ ലോക്കറിൽ നിന്നുള്ള 300 പവനും അതുപോലെ തന്നെ 1 കോടി രൂപയും ഇത്തരത്തിൽ മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വീടുമായി അറിയുന്നവൾ അവരായിരിക്കാം ഈ കവർച്ച എടുത്തതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ വീട്ടു ജോലിക്കുണ്ടായ ഇതര സംസ്ഥാന തൊഴിലാളി ഒപ്പം സമീപത്തായി ഉള്ള ഒരു ഗോഡൌൺ, അരി ഗോഡൌൺ ആണ് ഇവരുടെ സ്വന്തം ഗോഡൌൺ ആണ്. അവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ മൊഴിയെടുത്തു. അതുകൂടാതെ ഈ പ്രദേശവാസികളുടെയൊക്കെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നിരവധി പേർ പോലീസ് നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഈ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും ഇതിൽ അന്വേഷണം വ്യാപകമായിട്ടുണ്ട്. ഏതായാലും വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച എന്ന് പറയേണ്ടി വരും. കൃത്യമായി വീടുമായി അറിയുന്നവർ തന്നെ നടത്തിയ ഒരു കവർച്ചയാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് നായ ഇത്തരത്തിൽ ഇന്നലെ നടത്തിയ CCTV ദൃശ്യങ്ങളിൽ പ്രതികളുടെ മുഖം വ്യക്തമല്ല. മാത്രമല്ല, ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഈ വീട്ടുകാർ തിരികെ എത്തിയ ശേഷമാണ് പുറത്തറിയുന്നത്. ഇതാണോ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ അന്വേഷണത്തിൽ പ്രധാന വെല്ലുവിളി? തീർച്ചയായും ടോമെ, 19-ാം തീയതിയാണ് ഈ കുടുംബം ഇവിടെ നിന്നും പോകുന്നത്. 20-ാം തീയതി കവർച്ച നടന്നതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 4-5 ദിവസം കൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കൃത്യമായ സമയം ലഭിച്ചു. അതോടൊപ്പം പോലീസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഇവരുടെ ആസൂത്രിതമായ ഒരു കവർച്ച നടത്തി എന്നത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ CCTV-കളിൽ ഒന്നും തന്നെ പെടാതെ ഈ കൃത്യമായി ഈ വീട്ടിലെത്തി കവർച്ച നടത്തി ഇവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് CCTV ക്യാമറകൾ ഏത് ഭാഗത്തുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയവർ ഈ വീട്ടിലെ CCTV ക്യാമറയിലും അതുപോലെ തന്നെ ഇവരുടെ മുഖം വളരെ ചെറിയ 10 സെക്കൻഡ് മാത്രമുള്ള ഒരു ദൃശ്യമാണ് പതിഞ്ഞിട്ടുള്ളത്. അതിൽ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ദൃശ്യം അത്ര വ്യക്തമല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ദിവസം ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് ഇവർ വീട്ടിലെത്തിയതിനു ശേഷം ഈ കവർച്ച നടന്ന വിവരം തന്നെ അറിയുന്നത്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സമയം ലഭിച്ചു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം കർണാടകയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഈ സംഘം ഇവിടെ നിന്നും ഇത്രയും വലിയ പണവും സ്വർണവും ഒക്കെയായി ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പോലീസ് കരുതുന്നത്. ആ പണവുമായി ഇവർ മറ്റ് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്കോ മറ്റോ കടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് നിഗമനം. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുവരെയായും ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ
പ്രതികളെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയുമില്ല, പക്ഷെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.